അതീവ ഗുരുതരമാണ് തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. പല സ്ഥലങ്ങളിലും ഈ കാണുന്നതാണ് കാഴ്ച. ഇപ്പോൾ ഉള്ളത് അട്ടക്കുളങ്ങരയിൽ നിന്ന് ചാല മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇന്നലെ ഉണ്ടായ മഴയിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് ഈ പ്രദേശത്ത് ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ കാഴ്ച കാണിക്കാൻ നമുക്ക് തന്നെ നാണമാകുന്നുണ്ട്. കാരണം പല സമയത്ത് മുൻപ് പല ഘട്ടത്തിൽ ഇതൊക്കെ തന്നെ വാർത്ത നൽകിയതാണ്. ഇത്തരത്തിൽ റോഡ് പണി ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഇത് ഉണ്ടാകും, മഴക്കാലത്ത് വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഇത് റോഡാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ളൊരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തുള്ളത്. ഇവിടെ മിക്കവാറും വീടാണുള്ളത്, കടകളും വീടും ഒരുമിച്ചുള്ളതാണ്. കംപ്ലീറ്റ് വെള്ളമാണ്. ഒരു മണി തൊട്ട് ഇവിടെ അനുഭവിക്കുന്നത്. ഇതിനെ തിരിഞ്ഞു നോക്കാൻ ഒരു വ്യക്തിയും ഇവിടെ വരുന്നില്ല. ഈ കമ്പികൾ ഇങ്ങനെ അനാസ്ഥമായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഈ വെള്ളം കയറി ഒരാൾ ചരിഞ്ഞ് വീണാൽ ഉടനെ പൊത്തു കയറും. ആ അവസ്ഥയാണുള്ളത്. ഈ നഗരത്തിൽ താമസിക്കുന്നവരോട്, ഈ റോഡിലേക്ക് ഇറങ്ങുന്നവരോട് മാത്രമേ ഒരു കാര്യം പറയാൻ മാത്രമേ ഉള്ളൂ. അതായത് സൂക്ഷിച്ച് മാത്രമേ ഈ സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര ചെയ്യാവൂ. അല്ലെങ്കിൽ വലിയ ഗുരുതരമായ പ്രശ്നം അല്ലെങ്കിൽ ഗുരുതരമായ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പലയിടങ്ങളിലും വലിയ തോതിലുള്ള കുഴികൾ ഉണ്ട്. അത് തിരിച്ചറിയാതെ വരുന്നവർ, പ്രത്യേകിച്ചും വാഹനയാത്രക്കാരടക്കം ഉള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്ന് മാത്രം ആണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ശക്തമായ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മുട്ടത്തറയിലെ ഈ കാണുന്ന പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലാകും. ഇന്നലെ പെയ്ത ശക്തമായ മഴയിലുള്ള വെള്ളക്കെട്ടാണ് ഈ കാണുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും എത്രമാത്രം അതിരൂക്ഷമാണ് ഈ പ്രദേശത്തെ സ്ഥിതി എന്നുള്ളത്. ജോലിക്ക് പോയതാണ്, പോയപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഇനി എങ്ങനെ പോകാൻ? ഇനി ഇതിലേക്ക് ഇറങ്ങി പോകാനേ പറ്റുള്ളൂ. എന്നെ പോകാൻ അല്ലാതെ എന്തെങ്കിലും ജോലിക്ക് പോയിരിക്കാൻ പറ്റൂലല്ല. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം എത്രമാത്രം ദുഷ്കരമായാണ് വാഹനം പോലും ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ വെള്ളം ഒലിച്ചു പോകേണ്ടതെന്ന് പറയുന്നത് ഈ കരിയൽ തോട് ഭാഗത്തു നിന്ന് വരുന്ന ഈ കനാലി വഴി നേരെ ആമഴിഞ്ഞാൻ തോടിൻ്റെ കൈവഴികളിലൂടെ ഈ പറഞ്ഞ പാർവതി പുത്തനാറിലേക്കാണ് പോകേണ്ടത്. അവിടെ തെങ്ങ് വളർന്നു നിൽക്കുകയാണ്, കനാലിൽ തെങ്ങ് വളർന്നു നിൽക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് കോടികളാണ് നമ്മൾ ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രവർത്തനവും നടന്നില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇത്ര നേരം മഴയുടെ കെടുതികളും പ്രശ്നങ്ങളും ഒക്കെയാണ് പറഞ്ഞതെങ്കിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃക കാണിച്ചു തരാം. ഇത് പാർവതി പുത്തനാറാണ്. അതിന് മുകളിലാണ് ഇത്തരത്തിൽ മരമൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത്. കാടാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ രണ്ട് ഭാഗത്തുമുള്ളത്. അതോടൊപ്പം നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും വെള്ളത്തിന് മുകളിൽ കൃഷി ചെയ്യുന്ന, വനം വളർത്തുന്ന അതിനൂതനമായ ഒരു സാങ്കേതിക വിദ്യയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നഗരത്തിൽ നിന്ന് വരുന്ന ഈ മഴവെള്ളം എത്തേണ്ടത് ഈ പാർവതി പുത്തനാറിലേക്കാണ്. പല തോടുകൾ വഴിയാണ് അത് എത്തുക. പക്ഷേ അത് തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ളത്. തോടില്ലേ, തോടിൽ നിന്നുള്ള വെള്ളം എല്ലാം കൊണ്ടുവന്നു ഇതിലാണ് ഡ്രെയിനേജ് തോട് കംപ്ലീറ്റും വന്ന വഴി വരുന്നത് ഇവിടെയാണ്. മാറി മാറി പറഞ്ഞ സർക്കാർ എല്ലാം ക്ലിയർ ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഭാഗത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തോടാണോ എന്ന് തന്നെ സംശയം തോന്നും. കാരണം അത്രമാത്രമാണ് വലിയ മരങ്ങളൊക്കെ ഈ തോട്ടിനുള്ളിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. ഇതൊക്കെ നവീകരിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി അതൊന്നും നടപ്പിലാകുന്നതായി കാണുന്നില്ല. പിന്നെ KSRTC ബസ് തടയുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ എളുപ്പം. ഇത്തരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ അധികൃതർ ഒന്നും, പ്രത്യേകിച്ച് മേയർ അടക്കമുള്ളവരൊന്നും തന്നെ ഈ പ്രദേശത്തേക്ക്, ഈ പ്രശ്നങ്ങളിലേക്കൊന്നും തിരിഞ്ഞു നോക്കാത്തത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്തർ സംസ്ഥാന ജലപാതയ്ക്ക് സമീപമോ അല്ലെങ്കിൽ മൺട്രോ തുരുത്ത് പോലെ ഏതെങ്കിലും തുരുത്തിന് സമീപത്തല്ല. ഇത് തിരുവനന്തപുരമാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ബോർഡുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം കാണുന്ന ബോർഡുകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുന്നു. റോഡ് ക്ലോസ്ഡ്, ടേക്ക് ഡീവിയേഷൻ. ഇത് തന്നെയാണ് എല്ലായിടത്തെയും അവസ്ഥ. സ്മാർട്ട് റോഡിന്റെ നിർമ്മാണം നടക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഈ ഇരിക്കുന്ന കടകളിലെല്ലാം ആളുകളുണ്ടായിരുന്നു, അതെല്ലാം അടച്ചുപോയ അവസ്ഥയാണ്. അവിടെ തുറന്നിട്ടൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടുന്ന് വല്ലോ ചങ്ങാടത്തിലോ വള്ളത്തിലോ ഒക്കെ വേണം സാധാരണ വരുന്ന ഒരാൾക്ക് നനയാതെ അവിടേക്ക് എത്തണമെങ്കിൽ എത്താൻ. അല്ലെങ്കിൽ ഇപ്പോൾ ആ ചേച്ചി നടന്നു വരുന്നത് പോലെ വെള്ളത്തിലൂടെ നടന്ന് വരേണ്ട അവസ്ഥയാണ്. അതിനാൽ തന്നെ ആളുകളാരും കടയിലേക്ക് വരുന്നില്ല. നമുക്ക്
ഈ ദൃശ്യം അങ്ങ് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട്. അതിലേക്ക് പോകണമെങ്കിൽ ഒരൊറ്റ പാലം ഇട്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒറ്റ കടകളും തുറക്കാത്ത അവസ്ഥയുണ്ട്. അവർക്ക് തുറന്നു വെച്ചാലും ഇവിടേക്ക് ആളുകൾ എത്തില്ല എന്ന് ഉറപ്പുള്ളതിനാൽ സ്വാഭാവികമായും അവർ തുറന്നിട്ടില്ല. പ്ലാസ്റ്റിക് വള്ളികൾ ഇങ്ങനെ വലിച്ച് പലയിടങ്ങളിലായി കെട്ടിവെച്ചിരിക്കുന്നത് കാണാം. അതിലും ചില മുന്നറിയിപ്പുകളുണ്ട്. അവിടെ വലിയ കുഴി അവർ കാണാൻ കഴിയും. ഈ സ്മാർട്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്തു വെച്ചിരിക്കുന്ന കുഴിയാണ്. ആരെങ്കിലും അബദ്ധത്തിൽ പോയി വീഴുണ്ടായെന്ന് കരുതി കുറച്ച് ചെറുപ്പക്കാർ ഇപ്പോൾ വന്ന് അത് കെട്ടിപ്പോയതാണ്. അല്ല എങ്കിൽ അവിടെ ഒരു കുഴിയുണ്ട് എന്ന് പോലും അറിയില്ല. ഇത്തരത്തിൽ വലിയ ഗർത്തങ്ങൾ പലയിടങ്ങളിലായി നഗരത്തിന്റെ വിവിധയിടങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തുന്ന ആളുകളൊക്കെ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ആ കുഴിയിലേക്ക് പോകാനും വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴ ഇങ്ങനെ ശക്തമായി പെയ്യാൻ പോവുകയാണല്ലോ. അപ്പോൾ പണി എന്തായാലും ഉടനെയൊന്നും നടന്ന് അത് പൂർത്തീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ ഈ നാട്ടുകാർക്ക്, ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും നീന്തലൊക്കെ അറിയില്ല എങ്കിൽ അവർക്ക് നീന്തൽ പരിശീലനം കൂടി നൽകുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഒക്കെ നൽകുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. ഏതാനും മണിക്കൂറുകൾ മഴ പെയ്തപ്പോൾ തിരുവനന്തപുരം നഗരത്തിന്റെ സ്ഥിതി ഇതാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. കാലവർഷം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും ഈ പാവപ്പെട്ട ജനങ്ങളെ ദുരിതക്കയത്തിൽ മുക്കിക്കൊല്ലാതിരിക്കാനുള്ള നടപടിയെടുക്കണം. അമൽ തേനമറമ്പിലിനും ക്യാമറമാൻമാരായ VS ബിജുവിനും ശ്യാമിനുമൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.